അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ അമ്മാ ബഅദ്. അപ്പം നമ്മുടെ ക്ലാസ് ബാക്കി നോക്കുക. പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ കടൽക്കാക്കയുടെ കുഞ്ഞിൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റ്, ആദ്യത്തെ പറക്കലിനെ കുറിച്ചായിരുന്നു. അങ്ങനെ അത് പറക്കാൻ കഴിയാതെ വിഷമിച്ചിരിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ബാക്കി നോക്കുക. ദാറ്റ് വാസ് 24 hours ago. Since then nobody had come near him. The day before, all day long he had watched his parents flying about with his brothers and sisters. അപ്പം അദ്ദേഹം പക്ഷി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷിയുടെ പറഞ്ഞുകൊണ്ടിരിക്കണം അതിൻ്റെ അവസ്ഥകൾ. കഴിഞ്ഞ 24 മണിക്കൂറായിട്ട് ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു പോയി. അതുവരെ ഒരാളും ആ പക്ഷിക്കുഞ്ഞിൻ്റെ അടുത്തേക്ക് വന്നില്ല. ദ ഡേ ബിഫോർ ഓൾ ഡേ ലോങ് ഹി ഹാഡ് വാച്ച്ഡ് ഹിസ് പാരൻസ് ഫ്ലൈയിങ് അബൌട്ട് വിത്ത് ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ, പെർഫെക്റ്റിംഗ് ദം ഇൻ ദ ആർട്ട് ഓഫ് ഫ്ലൈറ്റ്, ടീച്ചിങ് ദം ഹൗ ടു സ്കിം ദ വേവ്സ് ആൻഡ് ഹൗ ടു ഡൈവ് ഫോർ ഫിഷ്. കഴിഞ്ഞ ഒരു ദിവസം മുഴുവനായിട്ട് ആ കുഞ്ഞ് അതിൻ്റെ തള്ളയെയും അതിൻ്റെ മദറിനെയും ഫാദറിനെയും അതുപോലെ തന്നെ പേരൻസ് രണ്ടുപേരെയും കണ്ടു. ആ ബ്രദറിനെയും സിസ്റ്ററിനെയും പഠിപ്പിക്കുന്നതായിട്ട്, എങ്ങനെ പറക്കണം, അവരുടെ പറത്തത്തെ പെർഫെക്റ്റ് ആക്കുന്നതായിട്ട്, അതുപോലെ തന്നെ എങ്ങനെ വെള്ളത്തിലേക്ക് പോയിട്ട് മീനുകളെ പിടിക്കണം, എങ്ങനെ ആഴ്ന്നിറങ്ങിയിട്ട് മീനുകളെ പിടിക്കണം എന്ന് പഠിപ്പിക്കുന്നത് കണ്ടു. സ്കിമ്മ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എയറിലൂടെ താഴ്ന്നു പോയിട്ട് പോകുന്നതിനാണ് സ്കിം ചെയ്യുക എന്ന് പറയില്ല. He had in fact seen his older brother catch his first herring and devour it. അങ്ങനെ അവൻ കണ്ടു അവൻ്റെ ബ്രദർ എന്ത് ചെയ്യുന്നത്, ആദ്യമായിട്ട് ഒരു ചെറിയ മീനിനെ, ഒരു ചാളയെ ഒരു മത്തിയെ പിടിച്ചിട്ട് അതിനെ കീഴടക്കുന്നതായിട്ട് കണ്ടു. Standing on a rock while his parents circled around, raising a proud cackle. ഏതവസ്ഥയിൽ സ്റ്റാൻഡിങ് ഓൺ എ റോക്ക് വൈൽ ഹീസ് ഒരു പാർക്കലിൽ നിന്നിട്ട് അത് ആദ്യമായിട്ടൊരു ഒരു മീനിനെ പിടിച്ചിട്ട് തിന്നത് കണ്ടു. ആ സമയത്ത് പാരൻസ് സർക്കിൾഡ് അറൗണ്ട്, റൈസിങ് എ പ്രൗഡ് കാക്കിൾ. അവരെ വളരെ അഭിമാനത്തോടെ ആ കുഞ്ഞിന് വേണ്ടി ശബ്ദമുണ്ടാക്കിക്കൊണ്ട്, പാരൻസ് ആ സമയത്ത് അഭിമാനത്തോടെ ആ കുഞ്ഞിന് വേണ്ടി, തൻ്റെ ബ്രദറിന് വേണ്ടി ശബ്ദമുണ്ടാക്കുന്നതൊക്കെ അവൻ കാണുന്നുണ്ട്. And all the morning the whole family had walked about on the big plateau midway down the opposite cliff, laughing at his cowardice. മാത്രമല്ല രാവിലെ മുഴുവനായിട്ട് ആ പാറയുടെ മറുവശത്തുള്ള പാറയിലൂടെ അവരെല്ലാവരും കൂടെ നടക്കുന്നുണ്ട്. ഇവൻ്റെ ഈ ധീരതയില്ലായ്മയെ നോക്കിക്കൊണ്ട്. The sun was now ascending the sky, blazing warmly on the ledge that faced the south. ഇപ്പോൾ സൂര്യൻ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ശക്തമായിട്ട് ഈ സൗത്ത് ഭാഗത്തുള്ള ഈ പാറക്കല്ലിലേക്ക് വെയിലടിച്ചുകൊണ്ട്. He felt the heat because he had not eaten since the previous nightfall. ഇന്നലെ മുതൽ അവൻ തിന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ അവനക്ക് നന്നായിട്ട് വിശപ്പ് അനുഭവിക്കുന്നുണ്ട്, ക്ഷീണവും അനുഭവിക്കുന്നുണ്ട്. Then he had found a dread piece of mackerel's tail at the far end of his ledge. അങ്ങനെ അവസാനം ഈ പാറക്കല്ലിൻ്റെ ഏറ്റവും അവസാനത്തായിട്ട് ചെറിയൊരു മീനിൻ്റെ, ഒരു അയലക്കുഞ്ഞിൻ്റെ ഒരു വാൽക്കഷ്ണം കിടക്കുന്നതായിട്ട് അവൻ കണ്ടെത്തി. Now there was not a single scrap of food left. ഇനി ഒരു ചെറിയ ഭക്ഷണാവശിഷ്ടം പോലും ബാക്കിയില്ല. He had searched every inch, rooting among the rough dirt-caked straw nest where he and his brother and sister had been hatched. അവർ മുഴുവനായിട്ട് തിരഞ്ഞു നോക്കി. അവിടെ ഉണ്ടായിരുന്ന ആ ചളി പുരണ്ട വൈക്കോൽ നിർമ്മിതമായ അവരുടെ കൂട് മുഴുവനായിട്ട് പരിശോധിച്ച് നോക്കി. അവിടെയാണ് താനും തൻ്റെ ബ്രദർ സിസ്റ്ററും എല്ലാം മുട്ട വിരിഞ്ഞിറങ്ങിയത്. He even gnawed
at the dread piece of eggshell. It was like eating a part of himself. അവൻ അവിടെ ഉണ്ടായിരുന്ന അവൻ വിരിഞ്ഞിറങ്ങിയ ആ മുട്ടത്തോല് പോലും ഒരുപാട് പ്രാവശ്യം അവൻ കഴിയുന്നത്ര തിന്ന് അതിൽ ഒരുപാട് സമയം അതിൽ കൂടി തിന്നാൻ വേണ്ടി അത് തൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം തന്നെ തിന്നുന്നത് പോലെയായിരുന്നു. He then trotted back and forth from one end of the ledge to other, his long grey legs stepping dainty. അവൻ പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും വേഗത്തിൽ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് നടന്നു. His long grey legs stepping daintily, trying to find some means of reaching his parents without having to fly. അവൻ്റെ ആ ചെറിയ ഗ്രേ കാലുകളാവട്ടെ അവ വളരെ ആത്മാർത്ഥപരമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെ തൻ്റെ പാരൻസിലേക്ക് എത്താൻ പറ്റുമോ എന്ന് അന്വേഷിച്ചുകൊണ്ട്, പറക്കലല്ലാതെ വേറെ ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെ എത്താൻ കഴിയുമോ എന്ന് അന്വേഷിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് നടക്കുന്നുണ്ട്. But on each side of him the ledge ended in a sheer fall of precipice. പക്ഷെ അവൻ്റെ രണ്ട് വശങ്ങളിലും ഈ പാറ ചെന്ന് അവസാനിക്കുന്നത് വലിയൊരു കുത്തനെയുള്ള ഇറക്കത്തിലാണ്. കുത്തനെയുള്ള പാറയിലാണ് ഇത് അവസാനിക്കുന്നത്, ഈ പാറക്കെട്ടുകൾ അവസാനിക്കുന്നത്. വിത്ത് ദ സീ ബിനീത്ത്, മാത്രമല്ല അടിയിൽ വിശാലമായ കടലുമുണ്ട്. ആൻഡ് ബിറ്റ്വീൻ ഹിം ആൻഡ് ഹിസ് പാരൻസ് ദർ വാസ് എ ഡീപ്പ് വൈഡ് ക്രാക്ക്. അവനും അവൻ്റെ പാരൻസും നോക്കുമ്പോൾ നേരെയാണെങ്കിലും അവർക്കിടയിൽ ഈ വലിയൊരു ഗർത്തമുണ്ട്, വലിയൊരു വിടവുണ്ട്. Surely he could reach them without flying if he could only move northwards along the cliff face. അവനിങ്ങനെ നേരെ നോർത്തിലേക്ക് ഈ പാറയുടെ മുകൾ കാണുന്ന ഇതേ നിരപ്പിൽ നേരെ സഞ്ചരിക്കുകയാണെങ്കിൽ അവരിലേക്കെത്തും, പാരൻസിലേക്കെത്തും. പക്ഷേ ബട്ട് ദെൻ ഓൺ വാട്ട് കുഡ് ഹി വാക്ക്? പക്ഷേ ഈ പാറക്കെട്ടുകൾ കഴിഞ്ഞാൽ പിന്നെ അവൻ എങ്ങനെ സഞ്ചരിക്കും? പിന്നെ എന്തിന്മേലാണ് നടക്കുക? There was no ledge and he was not a fly. അവൻ പറക്കാനായിട്ടില്ല, അവൻ ഇതുവരെ പറന്നിട്ടില്ല, അവിടെ പാറകളുമില്ല. And above him he could see nothing. The precipice was sheer and the top of it was perhaps far further away than the sea beneath him. അവൻ്റെ ഈ പാറക്കെട്ടുകൾ വിശാലമാണ്. And the top of it was perhaps farther away than the sea beneath him. അതുപോലെ തന്നെ ഈ പാറക്കെട്ടുകളുടെ ഉയരം നോക്കുമ്പോൾ ഒരു പക്ഷേ അവൻ്റെ താഴെയുള്ള ആ കടലിനേക്കാളും വിദൂരത്തായിരിക്കാം. അപ്പോൾ ഒരിക്കലും അവനിക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, നേരെ അവരിലേക്ക് എത്തിപ്പെടാൻ ഒരു മാർഗവും കിട്ടുന്നില്ല. He stepped slowly out the brink of the ledge, and standing on one leg with the other leg hidden under his wing, he closed one eye, then the other, and pretended to be falling asleep. അവൻ പതുക്കെ എന്ത് ചെയ്തു? ആ ലെഡ്ജിൻ്റെ തലക്കിലേക്ക് വന്നു. ആൻഡ് സ്റ്റാൻഡിങ് ഓൺ ലെഗ് ഒരു കാലുമേ നിന്നുകൊണ്ട്, വിത്ത് അതർ ലെഗ് ഹിഡൻ അണ്ടർ ഹിസ് വിങ്, ഒരു കാല് തൻ്റെ വിങ്ങിൻ്റെ ചിറകിൻ്റെ ഉള്ളിലേക്കാക്കിക്കൊണ്ട് നിന്നു. ഹി ക്ലോസ്ഡ്, അങ്ങനെ കണ്ണടച്ചു. ഞാനൊന്ന് ഉറങ്ങുന്നത് പോലെ ഉറക്കിലേക്ക് വീഴുന്നത് പോലെ അങ്ങ് വീഴാൻ ശ്രമിച്ചു. സ്റ്റിൽ ദ ലുക്ക് നോ നോട്ടീസ് ഓഫ് ഹിം. ഇങ്ങനെയൊക്കെ അവൻ പരിശ്രമിക്കുന്ന സമയത്ത് പോലും ഒരാളും അവനെ ശ്രദ്ധിക്കുന്നില്ല. ഹി സോ ഹിസ് ടു ബ്രദേഴ്സ് ആൻഡ് ഹിസ് സിസ്റ്റർ ലൈങ് ഓൺ ദ പ്ലാറ്റ്യൂ ഡോസിങ് വിത്ത് ദെയർ ഹെഡ്സ് സങ്ക് ഇൻ ടു ദെയർ നെക്സ്. അവൻ കണ്ടു അവൻ്റെ സഹോദരങ്ങൾ അവർ അവരുടെ ചെറിയ മയക്കത്തിലാണ്. ആ തല അവരുടെ വിങ്സുകളുടെ ഉള്ളിലേക്കാക്കിക്കൊണ്ട് ചെറിയ മയക്കത്തിലാണ്. ഹിസ് ഫാദർ വാസ് പ്രീണിങ് ദ ഫെദേഴ്സ് ഓൺ ഹിസ് വൈറ്റ് ബാക്ക്. അവൻ്റെ ഫാദറാവട്ടെ കൊക്ക് കൊണ്ട് തൂവലുകളൊക്കെ വൃത്തിയാക്കുന്ന പണിയിലായിരുന്നു. ഓൺലി ഹിസ് മദർ വാസ് ലുക്കിംഗ് അറ്റ് ഹിം. അവൻ്റെ അമ്മ മാത്രമാണ് അവനെ ശ്രദ്ധിക്കുന്നത്. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് എടുക്കാം. അസ്സലാമു അലൈക്കും.